ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നൊരു ഹൊറർ ഗെയിമാണ്. ഈ ഒരു ഗെയിമിൻ്റെ പേര് നിങ്ങൾ ഇതിനു മുമ്പ് കേൾക്കാത്തതായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. ഞാൻ ഈ ഗെയിം കളിക്കുന്നത് മൊബൈലിലാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് ഡാർക്ക് പ്രിസൺ. ഈ ഗെയിമിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നത് നമുക്ക് ഗെയിം കളിച്ചാൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഗെയിമിൽ വളരെയധികം ജംപ് സ്കെയറും അതല്ലാതെ പേടിപ്പെടുന്ന കുറേ വിഷ്വൽസും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങാനും ഈ വീഡിയോ കൊണ്ട് പേടിയായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ അവസാനിപ്പിച്ചിട്ട് പോകുക ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു മൊബൈൽ ഗെയിമാണ്. ഗായ്സ്, ഈ ഗെയിമിലെ വ്യക്തി കാട്ടിൽ രാത്രി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വണ്ടിക്ക് എന്തോ തകരാറ് സംഭവിച്ചു. പെട്രോൾ എന്തോ തീർന്നു പോയിട്ടുണ്ടായി. അപ്പോൾ എവിടെയെങ്കിലും സഹായം ചോദിക്കാനായിട്ട് ഇയാൾ കാട്ടിലൂടെ നടക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇതാ നമ്മൾ ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഗെയിം കളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓൾഡ് വെർഷനാണ് കയറ്റിയിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ പുതിയ വെർഷൻ എന്തൊക്കെയോ ബഗ്സൊക്കെ ഉണ്ടെന്നാണ് കളിച്ച ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ കയറി വഴി തന്നെ എനിക്കൊരു ഹാമർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിക്സാണ് ഗൈസ്. ഇതാകെ കൂടെ 200 MB കാണുന്നുള്ളൂ. പക്ഷേ എന്തൊരു ഗ്രാഫിക്സാണ് നോക്കുക, എത്ര ഡീറ്റെയിലിംഗ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഗൈസ്, വേറെ കാര്യം പറയാനുള്ളത്, ഈ ഒരു ഗെയിം ചിലപ്പോൾ കളിച്ചെടുക്കാൻ അത്യാവശ്യം ടൈം എടുത്തെന്ന് വരാം. പിന്നെ നമ്മൾ പോണ വഴിക്കൊക്കെ എന്തൊക്കെയോ കോഡും നമ്പറൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 04 എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ മേളിലേക്ക് വീണ്ടും ഒരു റൂമുണ്ട്. ഇറ്റ് ഈസ് റിട്ടൺ അബൌട്ട് സംതിങ് എന്ന് പറയുന്നുണ്ട്. സംതിങ് അണ്ടർ ദ കിച്ചൺ. ഞാൻ മൊത്തം വായിച്ചില്ല. ഏതോ ഭാഗത്ത് എന്തിൻ്റെയോ അണ്ടറിൽ എന്തോ സാധനം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫാനൊക്കെ ഓണാക്കിയിട്ടിട്ട് പോയേക്കാണ്. നമ്മൾ ഒരു സ്ട്രേഞ്ചറാണ് ഗൈസ്. നമ്മൾ വണ്ടിക്ക് എന്തോ സംഭവിച്ച് നമ്മൾ ഈ വീട്ടിലേക്ക് കയറിയത്. ഈ വീട്ടിലെ ഡോറെല്ലാം അവർ തുറന്നിട്ടിട്ടാണ് പോയിട്ടുള്ളത്. എന്താ കാരണം എന്നറിയില്ല. ഫാനും എല്ലാം ഓണാക്കിയിട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് ഭാഗത്തായിട്ട് എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നോക്കണം. ഇവിടെയാണ് ഗൈസ്. നമ്മുടെ ഡ്രോയിങ് റൂമാണോ കിച്ചണാണെന്ന് തോന്നുന്നു. ആ ഒരു ഭാഗത്ത് ടേബിളിൻ്റെ അണ്ടറിൽ എന്തോ ഒരു കീ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായി. അതല്ല, ഇവിടെ ആയിരിക്കില്ല, വേറെ എവിടെ ഒരു കീ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇതെല്ലായിരിക്കും വേറെ എവിടെയെങ്കിലും കീ ഉണ്ടാവണം ഗൈസ്. പുറത്തും നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇവിടെ ചെറിയതായിട്ട് വുഡ്സ് പോലത്തെ എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് വേറൊരു വീടാണോ ഒരു ചെറിയൊരു മോട്ടേജ് പോലെ ഉണ്ട്. അതിന് അകത്ത് കയറാനായിട്ട് വല്ല വഴിയുണ്ടോ? കോഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ 40 എന്ന് പറഞ്ഞൊരു കോഡ് ഞാൻ കണ്ടായിരുന്നു വന്ന വഴിയിൽ. അപ്പോൾ ഇവിടെ 3 കോഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 40 അടിച്ചിട്ട് വേറെ ഏതെങ്കിലും റാൻഡം നമ്പർ അടിച്ച് നോക്കാം. ചിലപ്പോൾ എങ്ങാനും തുറന്നു വന്നാലോ. ഇനി അത് തപ്പാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി അതിനും കൂടുതൽ സമയം പോകും. അതിനേക്കാളും വേഗം ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ അടിച്ചെങ്ങാനും തുറന്നു വന്നാലോ. 40 എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. പിന്നെ ഏതെങ്കിലും നമ്പർ മാറി അടിച്ചാൽ മതി. ഗായ് 604 എന്ന് പറഞ്ഞൊരു കോഡ് അടിച്ചപ്പോഴേക്കും നമ്മുടെ ബാത്ത് തുറന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് ഒരു സ്ക്രൂ ഡ്രൈവറും പിന്നെ ഒരു അലാറം കൺട്രോൾ എന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് പറയണത് നമുക്ക് സിഗ്നൽ വേണമെങ്കിൽ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു അലാറം വെച്ചിട്ട് നമുക്ക് എന്തോ പണി ഒപ്പിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു പ്രേതത്തിനെ ചിലപ്പോൾ അട്രാക്ട് ചെയ്യാനായിരിക്കും ഈ ഒരു സാധനം വെച്ചിട്ട്. ഗൈസ്, ഈ ഒരു വുഡിൽ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ചാക്കിനകത്ത് കുറേ ബ്ലഡൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇവിടെ വന്ന ആൾക്കാർ എന്ത് കൊന്നിട്ടുണ്ടാവണം. ഇവിടെ സ്ക്രൂ ഉണ്ട്. നമുക്ക് സ്ക്രൂ തുറക്കാനുള്ള സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. ആ സ്ക്രൂ പെട്ടെന്ന് നമുക്ക് അഴിക്കാം. ഗൈസ്, ഞാൻ എന്തായാലും ഈ ഒരു സാധനം തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ലാഡർ ഉണ്ട്. ലാഡർ ഇറങ്ങി താഴേക്ക് എന്തെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ എന്തെങ്കിലും കാണണം. ഇവിടെ ഒരു റൂമുണ്ട്. റൂം തുറന്ന് നോക്കണം. ഇവിടെ ഒന്നും കാണില്ലല്ലോ. ഇതേ ഗൈസ്, നമുക്കൊരു ഫ്യൂവൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫ്യൂവൽ കാറിൽ നമ്മൾ ഈ ഫ്യൂവൽ യൂസ് ചെയ്യണം. അപ്പോൾ ഗെയിം കഴിഞ്ഞോ? നമുക്ക് ആ ഒരു ഫ്യൂവൽ മതിയെന്ന് തോന്നുന്നു നമുക്ക് രക്ഷപ്പെടാനായിട്ട്. ഒരു ഫ്യൂവലിന് കൊടുക്കുന്ന വെയിറ്റാണ് പയ്യെ നടക്കണത് തന്നെ. ഗൈസ്, ഇതിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടോ? അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇപ്പം മഴയും പെയ്യുന്നുണ്ട്. ഞാൻ ഏതായാലും ഈ ഒരു പെട്രോൾ അടിച്ച് തീർക്കുന്നുണ്ട്. എനിക്കൊന്ന് ആ റെഡ് ലൈൻ വരെയാണ് ഈ ഒരു ഫ്യൂവൽ പോകുള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് ഇനിയും ഫ്യൂവൽ വേണ്ടി വരും. യെസ്, നമുക്ക് ഇനിയും ഫ്യൂവൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇനിയും ഫ്യൂവൽ ഞാൻ തപ്പി നടക്കേണ്ടി വരും. നമ്മൾ പോയ വഴിയിൽ നേരെ തന്നെ വേറൊരു സാധനമുണ്ട്. ഒരു ചെറിയ കോട്ടേജ് ഉണ്ടായി. അവിടെ നമ്മൾ ഈ ഒരു ഹാമർ വെച്ചിട്ട് ആ ലോക്ക് പൊട്ടിച്ച് കയറേണ്ടി വന്നു. ഇവിടെ നമുക്ക് കട്ടിംഗ് പ്ലെയറും വേറൊരു ഫ്യൂവലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഫ്യൂവലായി. 2 ഫ്യൂവൽ തികയും തോന്നണില്ല. നമുക്ക് ഇനിയും ഫ്യൂവൽ വേണ്ടി വരും എന്ന് തോന്നുന്നു. ഐ ഷുഡ് നോട്ട് ഗോ വെരി ഫാർ. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ വഴി അറിയാത്തതുകൊണ്ട് അതാണ് പറയാനുള്ള കാരണം. നമ്മുടെ കാർ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫ്യൂവലും കൂടെ അടിക്കണം. എന്തോ ചെറിയൊരു പ്രശ്നമെന്ന് തോന്നുന്നു. നമ്മളിതുവരായിട്ടും ഈ ഒരു ഗെയിമിൽ പ്രേതത്തെ കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. അത് വേറൊരു പ്രത്യേകതയാണ്. ഞാനിതിലും കണ്ടിട്ടില്ല.
ഈ ഒരു പ്രയത്നത്തിനകത്ത്. നമുക്ക് വീണ്ടും ഫ്യൂല് കാണണം. ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ട് ഈ ഒരു കാട്ടിൽ, മഞ്ഞും പോകുന്നുണ്ട്. ഇനി വീട്ടിൽ പ്രത്യേകിച്ച് കാണാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതേ ഈ ഒരു വഴി, ഈ ഒരു കാട് വെട്ടിയിട്ടാണ് ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്തേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അവിടെ ചിലപ്പോൾ ഫ്യൂല് കിട്ടായിരിക്കും. നമ്മൾ പോയ വഴി തന്നെ വേറൊരു കോട്ടേജും കൂടെ ഉണ്ട്. ആ ഒരു കോട്ടേജ് ഒരു ഫ്യൂസ് ഉണ്ട്. ആ ഫ്യൂസ് നമ്മൾ കട്ടിങ് പ്ലേസ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കീ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കീ ഇട്ടകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഫ്യൂല് കിട്ടായിരിക്കും. ഇവിടെയും ഫ്യൂലുണ്ട്. അപ്പോൾ നമുക്ക് 3 ഫ്യൂവലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതുകൊണ്ട് കാറിൽ വെച്ച് നമുക്ക് രക്ഷപ്പെടാമെന്ന്. ഇനി വേറെ എന്തെങ്കിലും ഈ വണ്ടിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കിനി കുറച്ചും കൂടി ദൂരം പോകാനുണ്ട് കാറിൻ്റെ അടുത്ത് എത്താനായിട്ട്. ഗായ്സ്, ഇതിൽ പ്രേതം ഇതാണ് ഗായ്സ് നമ്മുടെ ഈ ഗെയിമിലെ പ്രേതം. ഞാൻ ഈ പ്രേതത്തിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും കയറി ഒളിക്കണം. അത് ചത്തേരി എത്ര ദിവസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളെ തേടി തന്നെയാണ് വന്നത്. നമ്മൾ നമ്മൾ പിടിച്ച് ഗൈസ്. വലിയ ജംപ് സ്കെയറൊന്നും ആയിരുന്നില്ല. ഞാൻ ഇച്ചിരി കൂടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായി ഈ ഒരു ഗ്രാഫിക്സ് കണ്ടപ്പോഴേക്കും. നമ്മൾ ചത്തോ? 3 ദിവസം കൂടെ ബാക്കിയുണ്ട് ഗൈസ്. ഇനിയും കുഴപ്പമില്ല. പെട്രോൾ എവിടെ ഇട്ടതെന്ന് എനിക്കിപ്പോൾ വലിയ ഓർമ്മയില്ല. ഞാൻ ഏതോ ഭാഗത്ത് കൊണ്ട് പെട്രോൾ ഇട്ടു. പേടി ആയതുകൊണ്ട് ഞാൻ സാധനം അവിടെ ഇട്ടിട്ടങ്ങ് ഓടിക്കളഞ്ഞ്. ഐ നീഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ന്. ഈ പുള്ളിക്ക് അറിയില്ലായിരുന്നു ഇത്ര നേരം ഇയാൾ ഇത്ര വലിയ പ്രശ്നത്തിലാണ് ചാടിയേക്കണേന്ന്. നമ്മുടെ പെട്രോൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ വന്ന വഴിയിൽ ഒരു അലാറം അടിച്ചിട്ടുണ്ടായി. നമ്മുടെ അലാറൊക്കെ തീർന്നുണ്ട്. ഇനി അലാറം കയ്യിലില്ല. ഇനി പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ പെട്രോൾ കൊണ്ട് അടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇനിയിപ്പോൾ വണ്ടിയിൽ എന്തെങ്കിലും ഇത് നന്നാക്കാൻ ഉണ്ടാവുന്ന കാര്യം എനിക്കറിയത്തില്ല. ഇത് മാത്രം മതിയെന്ന് എനിക്കറിയില്ല. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. എന്തായാലും പെട്ടെന്ന് നമുക്ക് ഫ്യൂൽ അടിച്ചിട്ട് ഇവിടെ രക്ഷപ്പെടണം. ഗായ്സ്, വീണ്ടും വന്ന് ഇതെന്ത് ജീവിയാണെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. ഏലിയനെ പോലത്തെ ഒരു ജീവി. നമ്മൾ 3ാമത്തെ പെട്രോൾ അടിക്കാൻ സമ്മതിക്കാനുള്ളത്. 3ാമത്തെ കാൻ എടുത്തപ്പോഴേക്കും ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ തവണയാണ് ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുന്നത്. ഈ വാഷിംഗ് മെഷീൻ്റെ ഭാഗത്ത് വന്നിട്ട് നമുക്കൊന്ന് ഒളിച്ചിരിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ വീണ്ടും തിരിച്ച് നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ പെട്രോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതും കൂടെ മതിയായിരിക്കും നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള വഴിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, നമ്മൾ മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം വണ്ടി നന്നാക്കാനുള്ള പരിപാടി ഉണ്ടോയെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്ക് ഇവിടെ കയറാൻ പറ്റുമോ? യെസ്, നമ്മൾ ഗെയിം എൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, നമ്മൾ ഗെയിം എൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കൺഗ്രാജുലേഷൻസ്, നമ്മളങ്ങനെ ഫൈനൽ ഗെയിം എൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഗെയിമിൽ വേറെയും 3 മാപ്പും കൂടെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഒരെണ്ണം തീർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങാനും ഈ ഗെയിം കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇത് മൾട്ടിപ്ലെയറും കൂടെ ഉണ്ട്. ഓഫ്ലൈൻ ഗെയിമാണ്. അത്യാവശ്യം കിടിലൻ ഗെയിം തന്നെയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഗ്രാഫിക്സ് ഉണ്ടായി. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.